മാറാൻ താല്പര്യപ്പെട്ട് വരുമ്പോൾ ഈ അഡ്ജസ്റ്റ്മെന്റും കോപ്പൊന്നും ചോദിച്ചിങ്ങോട്ട് വരരുത്. മറ്റേ കാരണം ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിവാദപരമായിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് അങ്ങനത്തെ താല്പര്യങ്ങളൊന്നുമില്ല. പിന്നെ 50,000 രൂപ ഓഫർ ചെയ്ത് പുള്ളിക്ക് 13,000 രൂപ പുള്ളി CC അടച്ചേനെ വണ്ടിയുടെ. അത് കഴിഞ്ഞിട്ട് ഇപ്പം പറയുന്നു ശാരീരികപരമായി പീഡിപ്പിച്ചു, പെരേരയും ബ്രൈറ്റും കയറി പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റ് ഇട്ടേക്കുന്നത്. സത്യം പറഞ്ഞാൽ അവരെ നമ്മൾ നേരിട്ട് പോലും കണ്ടിട്ടില്ല. ആ പേര് പറയരുത് എന്നറിയോ? അവരുടെ പേര് പെരേര ഞങ്ങളൊക്കെ പറയുമ്പോ അവർക്ക് വിവാദമായിട്ട് കുറെ ഇന്റർവ്യൂ കാര്യം കിട്ടും. അതുകൊണ്ട് ആ പേര് പറയണ്ട. പക്ഷെങ്കിൽ അവര് പരാതിപ്പെടും, മീഡിയക്ക് മുന്നിൽ ചെല്ലും. ഞങ്ങൾ അവരുടെ പേര് പറയില്ല. എന്തിനാണെന്നറിയോ? പേര് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവര് മറ്റേതുപോലെ പറയും, പെരേരയും ആട്ടോയൊക്കെ വന്ന് പറഞ്ഞ ആളാണ് ഞാനെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ ആളാണ്, പറഞ്ഞ ആളാണെന്ന് പറഞ്ഞിട്ട് വന്നിട്ട് ഇന്റർവ്യൂ കൊടുക്കും. അതിന്റെ ആവശ്യമില്ല. ഞങ്ങൾ ഇനി ആരും വളർത്താൻ ഉദ്ദേശിക്കുന്നില്ല. പെരേരനെ വിളിച്ച സംഭവം പറയട്ടോ. ഹലോ സർ, ഞാൻ അഭിനയിക്കാൻ താല്പര്യമുണ്ട്, ഞാൻ എന്ത് വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ പെരേര എന്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ, ഞാൻ അത്രക്കാരനല്ല, അതല്ല ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പൊ പെരേര പറഞ്ഞു എന്റെ ആവശ്യമില്ല, അതെ ഞാൻ എന്ത് അഡ്ജസ്റ്റ് ചെയ്യാം, അല്ല ആവശ്യമില്ല, ഞാൻ അങ്ങനത്തെ ആളല്ല. പെരേര പറയാ. ഏറ്റവും സ്ഥലം പറയാ, റൂം എടുക്കുവാണെങ്കിൽ എങ്ങനെ നിക്കണേ, റൂം എടുത്ത് കഴിഞ്ഞാൽ സെപ്പറേറ്റ് ഒന്നിച്ച് നിക്കാൻ പാടില്ല, ഒന്ന് വെച്ചിട്ട് പോയിക്കേ. എന്താ വിളിക്കണേ ഇവരെന്താ വിളിക്കണേ, ഇവരെ ഇതിനൊരു തെളിവില്ല. അവളോട് തെളിവ് കൊണ്ടുവരാൻ പറയണം. ഇതിനൊരു തെളിവില്ല. അവള് ചുമ്മാ ഇരുന്ന് അടിച്ചു വിടുക. പക്ഷെ ഈയിടെ ഒരാൾക്ക് മെസ്സേജ് അയച്ചു, കുട്ടോ പൊന്നു, അത് വിവാദമാകും. അത് കുട്ടോ പൊന്നു ബ്രൈറ്റിന്റെ അടുത്ത് അഭിലാഷേട്ടത്തിന്റെ അടുത്ത് കൂടല്ലേ, എനിക്ക് സ്നേഹമുള്ളതുകൊണ്ട് പറയാ. ഈ മുടി എന്നാ വെട്ടുന്നത്? ഈ മുടി എന്റെ സൗന്ദര്യത്തിന്റെ ഘടകമാണ്. അതിനെ കുറിച്ചാണ് അല്ല എനിക്ക് സങ്കടം തോന്നിയ ഒരു കാര്യമാണ്. അഭിലാഷ് ആട്ട എന്ന് പറഞ്ഞ നല്ലൊരു കലാകാരനാണ്. പണ്ടത്തെ ഞാൻ ഈയിടെ ഇങ്ങനെ ഫേസ്ബുക്കിൽ നോക്കിയപ്പോ പുള്ളി ചാലക്കുടിക്കാരൻ ചെങ്ങാതിക്കാത്ത സീൻ വന്നപ്പോ ഞാൻ സ്ക്രീൻഷോട്ടുകൾ അയച്ചു കൊടുത്തു. എന്തോ സുന്ദരനാന്നറിയാം. ഇത് ക്യാരക്ടറിന് വേണ്ടിയാന്ന് പറയുന്നത്. പക്ഷെ ഇപ്പൊ ഇത് വെട്ടിക്കഴിഞ്ഞ ആട്ടാതെ പിന്നെ ആരും തിരിച്ചറിയത്തില്ല. അതുകൊണ്ട് വെട്ടാത്ത എനിക്കറിയാം. മനപ്പൂർവ്വം ഇപ്പൊ 3-4 വർക്കുകൾ പറഞ്ഞേക്കുക. സത്യനന്ദിക്കാട് സാറ്, സിബി മലൈ സാറ്, ലാൽജോ സാറ്, റോഷൻ ആന്ത്രു സാർ എല്ലാരും വിളിച്ചേക്കുക. സത്യനന്ദിക്കാട് സാർ കുട്ടി കഴിച്ചുകൊണ്ടാ ഈ തള്ളു കൂടുന്നത്. എന്റെ അടുത്ത് പറഞ്ഞിങ്ങനെ ഒരു അടിപൊളി ഇതാണ്, ഇത് കളയരുത്, ഇത് കളഞ്ഞു കഴിഞ്ഞാൽ അതിൽ ക്യാരക്ടർ പോകുന്നു പറഞ്ഞു. ആര് പറഞ്ഞു? സത്യനന്ദിക്കാട് സാറ്, സിബി മലൈ സാർ, റോഷൻ ആന്ത്രു സാറ്. ഒരു നമ്പർ ഉണ്ടെങ്കിൽ എനിക്ക് തന്നെ വാട്സപ്പ് ചെയ്യണേ. അല്ല, അവരെ പോലുള്ള പുതിയ സംവിധായകർ എന്നെ വിളിക്കുന്നുണ്ട്, സിനിമയ്ക്ക് വേണ്ടി വിളിക്കുന്നുണ്ട്. എന്നാലും എന്നെ കാമകരടി എന്ന് വിളിക്കണം എന്തിനാ? അല്ല, കാമകരടി. ഈ പുള്ളി മറ്റേ ഇത് ചെയ്ത് മാറെന്ന് പറഞ്ഞിട്ടൊരു ഷോർട്ട് ഫിലിം ചെയ്തു. ഒരു 20-25 മിനിറ്റിന്റെ. അത് 2 മില്യൺ അങ്ങാണ്ട് പോയി. അത് കിടക്കുന്നത് വിസാഖ ടാക്കീസ്, അനോണിന്റെ ചാനൽ, നമുക്ക് പരിചയമുള്ള ചാനലാണ്. അതിന്റെ അകത്ത് ഒരു പുള്ളിക്കാരി ചുള്ളിക്കമ്പ് മറ്റേ വിറക് വെറുക്കാനായിട്ട് പോവാ. എവിടെ പോവാ പാറു? എന്ത് വിഷമമുണ്ട് പാറുവിന്, ഞാൻ മാറ്റി തരാം. ആ സംഭവമാണ് അന്ന് തൊട്ട്. എന്റെ ചങ്ക, എന്റെ രാജാവ്. ഈ പാവത്തിന് നീ വെച്ചിട്ടല്ലോ നീ വയറിലാവുന്നത്. ഈ പാവത്തിന് വെച്ച് വയറില. ഇവനെ പാവത്തിന് വെച്ച് വയറിലേ. ഇവൻ എങ്ങനെ വയറിലായി? അങ്ങനെ പറയണത്. അതിനു മുമ്പ് ആട്ടായം ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ വയറലെന്ന് വെച്ചാൽ എന്താണ് മോനെ? വയറലെന്ന് വെച്ചാൽ എന്നാ സംഭവം? എന്നാ വയറലെന്ന് വെച്ചാൽ എന്നെ എനിക്കറിയില്ല. കൂടെ കൂടിയപ്പോ കുറച്ച് മിമിക്രിക്കാരെ കാണാൻ പറ്റി. മിന്നും താഴത്തിൽ പങ്കെടുത്തത് ചെറു സൗന്ദര്യം കിട്ടി. എന്റെ കൂടെ കൂടിയപ്പോ ഇവന് കിട്ടിയാണ് സൗന്ദര്യം. എന്റെ കൂടെ കൂടിയപ്പോ ഇവന് സൗന്ദര്യം കിട്ടി. സൗന്ദര്യം കൂടി. വയറിലായത് എങ്ങനെയാന്ന് ഞാൻ ഇവനെന്താ വിളിക്കണേ സോഷ്യൽ മീഡിയയില്? ഇവനെന്താ വിളിക്കണേ? ഇവരെ വിളിക്കണേ? ഇതിനൊരു തെളിവില്ല. അവളോട് തെളിവ് കൊണ്ടുവരാൻ പറയണം. ഇതിനൊരു തെളിവില്ല. അവള് ചുമ്മാ ഇരുന്ന് അടിച്ചു വിടുക. പക്ഷെ ഈയിടെ ഒരാൾക്ക് മെസ്സേജ് അയച്ചു, കുട്ടോ പൊന്നു, അത് വിവാദമാകും. അത് കുട്ടോ പൊന്നു ബ്രൈറ്റിന്റെ അടുത്ത് അഭിലാഷേട്ടത്തിന്റെ അടുത്ത് കൂടല്ലേ, എനിക്ക് സ്നേഹമുള്ളതുകൊണ്ട് പറയാ. ഇതൊക്കെ സാറ് വല്ല അറിയുന്നുണ്ടോ? പരസ്യമാക്കി ഇത് ഈ ചാനൽ എന്ന് പറഞ്ഞിട്ടല്ലോ. നമ്മളെ
ഉണ്ണാൻ പറ്റില്ല, ഉറങ്ങാൻ പറ്റില്ല. ഈ ചാനലിൽ നമ്മൾ ഇന്റർവ്യൂ കൊടുത്ത അതുകൊണ്ട് ചാനലാണ്. പുള്ളിക്കാരിയെ നമ്മൾ വിളിച്ചിരുന്നു. കാരണം നിഷ എന്നോട് പറഞ്ഞായിരുന്നു ബ്രൈറ്റ് പിണക്കോ ഒന്നും വേണ്ട. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് അടുത്ത വർക്ക് പുള്ളിക്കാരിയെ വെച്ച് ഒരു ചെയ്യാന്ന് പറഞ്ഞു. അപ്പം പുള്ളിക്കാരി പറഞ്ഞു അയ്യോ ബ്രൈറ്റ് ഒക്കെ ഉണ്ടോ? ഞാനില്ല, എനിക്ക് പേടിയ ബ്രൈറ്റ് ഒക്കെ എന്തോ ഉപദ്രവിക്കുന്നോ അതായത് രീതിയിലൊക്കെ. പക്ഷെ വേറൊരാൾക്ക് പുള്ളിക്കാരി മെസ്സേജ് അയക്കും, വേറൊരു പ്രത്യേക ഒരാൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അതൊരാളാണ്. അയ്യോ ഈ ചാനല് പക്ഷെ ഒരു കാര്യമുണ്ട് അതിൽ നിന്ന്. അതല്ല, ഒരു കാര്യമുണ്ട്, ആശ മറുപടി കൊടുക്കത്തില്ല. ഒരു എസ്സേ പോലെ ഇങ്ങനെ കിടക്കുക, ആശ മറുപടി കൊടുക്കില്ല. എന്തിനാ? അവനിപ്പോ നല്ല സിനിമ വരുന്നുണ്ട്, നല്ല നല്ല വർക്കുകൾ വരുന്നുണ്ട്. പുതിയ നായിക 2 ആഴ്ചക്കുള്ളിൽ വരും. അതൊരു സർപ്രൈസ്. പുതിയ വർക്ക് ആടായല്ലോ, ഇന്ന് ചർച്ചയായി. നമ്മുടെ ഓഗസ്റ്റ് 15 പിന്നെ ഇപ്പൊ സംവിധായകൻ വന്നില്ല നമ്മുടെ അടുത്തേക്ക്. അതാരാന്ന് പോലും എനിക്കറിയില്ല. ചേട്ടൻ വന്നെന്ന് പറഞ്ഞു, പൂജക്ക് പോയെന്ന് പറഞ്ഞു. അത് ഞാൻ പോയില്ലായിരുന്നു, അതിന്റെ അറിഞ്ഞ കാര്യം പറയുന്നത്. പക്ഷെ അതില് ക്യാരക്ടറിനെ എന്നെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഓഗസ്റ്റ് 15 പാറാപ്പള്ളിയില് ധ്യാൻചേട്ടന്റെ പടമാണ്. അപ്പൊ അതില് വിളിച്ചിട്ടുണ്ട്. ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ കോണ്ടാക്ട് കഴിഞ്ഞാൽ പോവും. കിട്ടുന്നില്ല, പോകും. കറക്റ്റായിട്ട് പോകും. സിനിമയാണ് ചെയ്യേണ്ടത്, അല്ലാണ്ട് ഷോർട്ട് ഫിലിം മാത്രം ചെയ്യേണ്ട കാര്യമില്ല. എന്നാലും ഷോർട്ട് ഫിലിം സമയം കണ്ടെത്തി ചെയ്യും. അത് ചെയ്യും. അത് സിനിമ വന്നു കഴിഞ്ഞാൽ കുറച്ച് ഡേറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം. അല്ല ഒരു കാര്യം പെണ്ണ് വിളിച്ചു. ആ പേര് പറയരുത്. എന്താണെന്നറിയോ? അവരുടെ പേര് പെരേര ഞങ്ങളൊക്കെ പറയുമ്പോ അവർക്ക് വിവാദമായിട്ട് കുറെ ഇന്റർവ്യൂ കാര്യം കിട്ടാൻ. അതുകൊണ്ട് ആ പേര് പറയണ്ട. ആ പേര് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പെണ്ണല്ല, ഇത് വേറെ പെണ്ണാണ്. പെരേര ഉദ്ദേശിച്ച ആളല്ല. വേറൊരാള് ഒരു നെഗറ്റീവ് കുറെ കമന്റ് ആയിട്ട് എനിക്കെതിരെയും ഞാൻ നേരിട്ട് പോലും കാണാത്ത വ്യക്തിയാണ് പെരേര. അങ്ങനെ ഒരാൾ വന്നു, ഒരു ട്രാൻസ് ആയിട്ടുള്ള ഒരു വ്യക്തി വന്നു. അവരുടെ പേര് നമ്മൾ പറയത്തില്ല, ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷെങ്കിൽ അവര് പരാതിപ്പെടും, മീഡിയക്ക് മുന്നിൽ ചെല്ലും. ഞങ്ങൾ അവരുടെ പേര് പറയില്ല. എന്തിനാണെന്നറിയോ? പേര് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവര് മറ്റേതുപോലെ പറയും, പെരേരയും ആട്ടോയൊക്കെ വന്ന് പറഞ്ഞ ആളാണ് ഞാനെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ ആളാണ്, പറഞ്ഞ ആളാണെന്ന് പറഞ്ഞിട്ട് വന്നിട്ട് ഇന്റർവ്യൂ കൊടുക്കും. അതിന്റെ ആവശ്യമില്ല. ഞങ്ങൾ ഇനി ആരും വളർത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഏതാ നമ്മളെ ബ്ലഡി നൈറ്റിൽ അഭിനയിച്ച ഒരാൾ ഇതുപോലൊക്കെ തന്നെ പ്രശ്നമായിട്ട് വന്നായിരുന്നു. പക്ഷെ നമ്മൾ ആ പ്രശ്നം കുത്തിപ്പൊക്കിയില്ല. ഞാൻ തിരിച്ചു മരിക്കും. പെരേരനെ വിളിച്ച സംഭവം പറയട്ടോ. ഹലോ സർ, ഞാൻ അഭിനയിക്കാൻ താല്പര്യമുണ്ട്, ഞാൻ എന്ത് വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ പെരേര എന്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ? ഞാൻ അത്രക്കാരനല്ല. അതല്ല, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പൊ പെരേര പറഞ്ഞു എന്റെ ആവശ്യമില്ല. അതെ, ഞാൻ എന്ത് അഡ്ജസ്റ്റ് ചെയ്യാം, അതിന്റെ ആവശ്യമില്ല, ഞാൻ അങ്ങനത്തെ ആളല്ല. പെരേര പറയാ. ഏറ്റവും സ്ഥലം പറയാ, റൂം എടുക്കുകയാണെങ്കിൽ എങ്ങനെ നിക്കണേ, റൂം എടുത്ത് കഴിഞ്ഞ് സെപ്പറേറ്റ് ഒന്നിച്ച് നിക്കാൻ പാടില്ല, ഒന്ന് വെച്ചിട്ട് പോയിക്കേ. പാവം പെരേര. അപ്പൊ പെരേര എന്ന് പറഞ്ഞൊരു ശുദ്ധനാണ്. കാരണം കേട്ടിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ ഒരു ബ്രദർ ഫോൺ എടുത്തപ്പോഴാണ് ഞാൻ കട്ടാക്കിയത്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതിപ്പോ പെണ്ണിന്റെ ശബ്ദമല്ല, ഒരു ട്രാൻസ് വുമന്റെ ശബ്ദമാണെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കിയപ്പോ ഇത് പറഞ്ഞ് ഇത്ര നേരം സംസാരിച്ചത് സൈബർ സെല്ലിൽ കൊടുത്താൽ പോലും ഞാൻ അങ്ങനെയായിട്ട് അഭിനയിപ്പിക്കാൻ പറഞ്ഞിട്ടില്ല. ഞാൻ കൂടെ കിടന്നാൽ മാത്രമേ അത് കേസാവുള്ളൂ. അല്ലാണ്ട് ഈ ഒരു ഫോൺ കോൾ പറഞ്ഞിട്ടെന്ന് പറഞ്ഞ് നമുക്ക് ഇതാവൂല. ഇപ്പം പുള്ളിക്ക് ശല്യമൊന്നുമില്ല, പുള്ളി നമ്പരൊക്കെ മാറി. എന്നാലും ശല്യമുണ്ട് ഇപ്പൊ. എന്തോ ശല്യം? ട്രാപ്പല്ലേ? ട്രാപ്പ്. അതെ അത് ഭയങ്കര കേട്ടോ. മാക്ക് അത് പ്രത്യേകം ഞാനത് വായിച്ചു നോക്കി. അത് ഞാനാണ് പരിചയപ്പെടുത്തി കൊടുത്തത്. എന്നിട്ട് ആശാന്റെ നെഞ്ചത്തല്ലേ കളരിക്ക് പുറത്തെന്ന് പറയുന്ന പോലെ. അല്ല, ഒരാളെ ഭയങ്കര ചാറ്റിങ് ആട്ടോ. അത് പറയാൻ കാരണം ഈ വ്യക്തിയെ കുറിച്ച് പറഞ്ഞില്ലേ, ഇപ്പൊ ഒരു ലേഡിയെ കുറിച്ച് പറഞ്ഞു. ലേഡിയാണോ എനിക്കറിയില്ല. എന്റെ പേജിന്റെ താഴെ വന്ന് വരെ കമന്റ് ഇടും. അപ്പൊ ഞാൻ പ്രിയപ്പെട്ട നമ്മളെ സുഹൃത്തും ഡയറക്ടറെ വിനീത് VS, പുള്ളി 50,000 രൂപ ഓഫർ ചെയ്തെന്നാണ് ആദ്യം ഈ പുള്ളിക്കാരി പറഞ്ഞത്. 50,000 രൂപ ഓഫർ ചെയ്ത് പുള്ളിക്ക് 13,000 രൂപ പുള്ളി CC അടച്ചേനെ വണ്ടിയുടെ. അത് കഴിഞ്ഞിട്ട് ഇപ്പം പറയുന്നു ശാരീരികപരമായി പീഡിപ്പിച്ചു, പെരേരയും ബ്രൈറ്റും കയറി പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റ് ഇട്ടേക്കുന്നത്. സത്യം പറഞ്ഞാൽ അവരെ നമ്മൾ നേരിട്ട് പോലും കണ്ടിട്ടില്ല. ഇത് വേറൊരു സുഹൃത്ത് ഡയറക്ടറിനെ വിളിച്ചു. നമ്മുടെ സുഹൃത്ത് ഡയറക്ടറിനെ ഇവര് വിളിച്ചിട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞേ. പെരേര അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവര് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ്, നിങ്ങൾക്ക് ചാൻസ് വെച്ച് വിളിക്കുകയാണെങ്കിൽ വിളിക്ക്, നിങ്ങൾ എന്തിനാ മറ്റുള്ളവരെ നായകന്മാരാൻ താല്പര്യപ്പെട്ട് വരുമ്പോൾ ഈ അഡ്ജസ്റ്റ്മെന്റും കോപ്പൊന്നും ചോദിച്ചിങ്ങോട്ട് വരരുത്. കാരണം ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിവാദപരമായിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് അങ്ങനത്തെ താല്പര്യങ്ങളൊന്നുമില്ല. പിന്നെ ആൾക്കാരിപ്പോ സിനിമയില് ഇന്റർവ്യൂല് അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞങ്ങളുടെ ഷോർട്ട് ഫിലിം അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് പരിപാടികളൊന്നും ഇല്ല. അതൊക്കെ ഇപ്പൊ
പല പല ഈ വിവാദങ്ങളിലേക്കാണ് ഈ നേരത്തെ ഒരു നമ്മളെ നായിക, ആ നായിക എല്ലാവർക്കും അറിയാലോ, പുള്ളിക്കാരി പറഞ്ഞ് ഞാൻ അഡ്ജസ്റ്റ്മെന്റ് ചോദിച്ചു. ഞാൻ നേരെ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ ചെന്നു. കാരണം ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ഞാൻ ചോദിച്ചിട്ടില്ല, എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഞാൻ നേരെ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ ചെന്നു. വിനീതേട്ടൻ എൻ്റെ കൂടെ ഉണ്ട്. ചെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവള് കേസ് കൊടുത്തിട്ടില്ലല്ലോ, അവളത് കേസ് കൊടുത്ത് വ്യക്തമായ തെളിവുകൾ കൊണ്ടുവരണം, എങ്കിലും അവർ വിശ്വസിക്കുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഈ സോഷ്യൽ മീഡിയ കയറി ആർക്കും എന്തും പറയാലോ, ഏത് രീതിയിലും പെണ്ണ് പറയുമ്പോഴത്തേക്കും വിശ്വസിക്കില്ല, അത് നീ കാര്യമാക്കണം തന്നെ അവിടുത്തെ സാറുമാർ പറഞ്ഞു. പിന്നെ ഇവക്ക് പെരേര അവളെ കുറിച്ച് കുറെ സംസാരിച്ചിരുന്നു. അതിലുപരി എനിക്ക് പറയാനുണ്ടായിരുന്നു, പക്ഷെ ഒരു സ്ത്രീ എന്നുള്ള ഒരു പരിഗണന കൊടുത്തുകൊണ്ട് മാത്രമാണ് പല കാര്യങ്ങളും ഞാൻ സംസാരിക്കാനുള്ളത്. മനസ്സിലായോ? നമുക്ക് അതിന്റെ ആവശ്യമില്ല, നമ്മൾ ഒരു തെറ്റേ ചെയ്തുള്ളൂ. ഡയറക്റ്റ് കൊണ്ട് എല്ലാവരും പരിചയപ്പെടുത്തി കൊടുത്തി ഒന്ന് രക്ഷപ്പെടുത്താൻ നോക്കി. ഞങ്ങളെ 2 നായകന്മാർ ഞങ്ങൾക്കിട്ട് നല്ല രീതിയിൽ പണി തന്നിട്ടാ പോയത്. അത് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലെ ആൾക്കാർക്ക് മനസ്സിലാവും. ആ സാറുമാർ അന്ന് 2 പ്രാവശ്യം ഞങ്ങൾക്ക് പണി കിട്ടും. അല്ല ഇനിയുള്ള ഇത് കേക്ക്, ഇനി ഞങ്ങൾ മലയാളികളെ അധികം നായകന്മാരായിട്ട് എടുക്കില്ല, മലയാളി പെമ്പിളാരെ എടുക്കൂല. സംശയമാണ്. തമിഴ്നാട്ടിൽ നിന്ന് അതെ, അത് മാത്രമല്ല, മറ്റേ ശ്രീനിവാസൻ പണ്ട് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടല്ലോ, അവിടുത്തെ ആരാധകർക്ക് ഭയങ്കര കൂറ. എന്തുവാ, ഇച്ചിരി തൈര് സാദവും ഇച്ചിരി 500 രൂപയും കൊടുത്തു കഴിഞ്ഞാൽ ആജീവനാന്തം നമ്മളെ ആരാധിക്കും എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അതേപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് ഒരു ആൾക്കാരെ രക്ഷപ്പെടുത്താൻ നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് തന്നെ പണിയാണ്. അതുപോലെ എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ വരത്തുള്ളൂ. പുതിയ വർക്ക് പെരേര ഉണ്ടാവും. 5 ഹ്യൂമൻസിന്റെ അകത്ത് ആട്ടായത്തിന് ഞാൻ വിനീതേട്ടനോട് സംസാരിച്ച് എന്തായാലും റോള് സെറ്റ് ആക്കും. വേറൊന്നുമല്ല, ഇതൊക്കെ വേറൊന്നുമല്ല, എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി നമ്മൾ മുമ്പോട്ട് പോകുന്നത് കേട്ടോ. ആട്ടായത്തിനോട് സംസാരിക്കും. നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, താങ്ക് യു. വിമൽ മാക്ക് നല്ലൊരു ആക്ടറാണ്. വയറിലാവണി സ്വയം നടക്കുന്നവരാണ്. വയറിലാക്കണം. നിങ്ങള് വയറിലാകാൻ വേണ്ടി ഒരു പാട്ട് പാടുമോ? ഒരു പാട്ട് പാടും. Let me sing a kutti story, pay attention, listen to me. If you want, take it all, else pay attention, leave it, baby. Life is very short, Nanba. Always be happy. Palavida problems will come and go. Konjam chill pannu maafi. Ida baaki. Okay, എന്തായാലും ആറാടന്റെ പിറന്നാളൊക്കെ ഞങ്ങൾ അടിച്ചു പൊളിച്ചു അല്ലേ? ഓക്കെ, അപ്പൊ എനിക്ക് എന്നേ പറയാനുള്ളൂ, അവരൊക്കെ വിളിച്ചേർന്നുണ്ട് ഈ മുടി കണ്ടോണ്ട്. അടുത്ത വർഷം ഷൂട്ട് തുടങ്ങുവാണ് കേട്ടോ. എല്ലാ പെട്ടിയിലിരിക്കുകയാണ് സിനിമകള് ഇറങ്ങട്ടെ കേട്ടോ. പെട്ടിയിലിരിക്കുകയാണ്. വിജയ് സാറിന്റെ പാട്ട് പാടി നിർത്താം. വിജയ് സാറിന്റെ പാട്ട് പാടണം. മാമ്പയ 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 മൽഗോവ മാമ്പയ സേലത്തെ മാമ്പയ നീന്താന്തടി അയക മടിസി മടി അപ്പടിക്കാപ്പൂര് സിംഗപ്പൂര് കടിക്കാമാതാടി അതാവടപ്പൂ സിംഗപ്പൂര് മാമ്പയ മാമ്പയ മൽഗോവ മാമ്പയ സേലത്തെ മാമ്പയ നീന്താന്തടി അയക.